no results, then they stop it. But let me tell you, it's a lifestyle. It's to be done every day. But in due time, ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. അത് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എന്ത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും? ഇന്നിവിടെ കാലം ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യ വിഷയം, what can I do to the Lord? ഹല്ലേലൂയ. എനിക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഇന്നിവിടെ കാലം നമുക്ക് പറയാൻ കഴിയട്ടെ, ഈ മക്കൾ വന്ന് ചോദിക്കും, ഞാനുമല്ലേ എന്തിനാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? It is a waste. We can add that to our profit. But the father will say, we were saved from the bondage of Egypt. Therefore I will do it. Hallelujah. ദൈവം വിടുവിച്ചു. ദൈവം എനിക്ക് പ്രൊവൈഡ് ചെയ്തു. I was under sin one day. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഉണർവുണ്ടാകണമെങ്കിൽ ദൈവം നമുക്ക് എന്ത് നൽകുമെന്ന് പ്രശ്നിക്കുന്നതാണ് ആത്മീയ ഉണർവിന്റെ. അങ്ങനെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറയുമ്പോൾ there is a silence. But let me tell you, that is the most blessed experience to give it to the Lord. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ മനോഹരമായ ഒരു അനുഭവമില്ലെന്ന് ഇവിടേക്ക് ദൈവങ്ങൾക്ക് പറയുവാൻ കഴിയും. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർക്ക് കരകൾ ഉയർത്തി if you give it to the Lord, hallelujah, if you give it to the work of the Lord, if you give it to the carrying of the work of the church, God will bless you. That is not my promise. ഇത് ഈ സ്ക്രിപ്ചർ കൊടുത്തിയോ ടി തോമസിന്റെ ഉപദേശമല്ല. The Bible tells that your son may ask you, why you give it to the Lord? We have other needs. We can do this, we can do that. But let me tell you, the Lord will pour from the heavens and open for you. That's what Lord said in Malachi. Trust me on this. എന്നെ ഇതുകൊണ്ട് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാലം ഞാൻ വാക്ക് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്ത് ഞാൻ നിനക്കായി പകരം ചെയ്യും? രണ്ട് വിഷയം മാത്രം ഞാൻ പറഞ്ഞു. എക്സോഡസിൽ നിന്ന് ഒന്ന്, കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം ചെയ്യുക. ഈ ലോകത്തിന്റെ പാപവഴികളെ വിട്ട് ലോകത്തിന്റെ പുളിപ്പേൽക്കാതെ ജീവിക്കുന്ന വിശുദ്ധ ജീവിതം, കർത്താവിന് വേണ്ടി ജീവിതത്തെ കൊടുക്കുന്ന ഒരനുഭവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. It is not a waste to live for God. It is not a waste to sacrifice your life for God, the pleasures of the world. But live for God is a privilege. To give to the Lord's work financially and through your help, through your talent, through everything that the Lord gives. That is a blessing. Those are the two ways. There are other ways which I will go into later. But let me tell you these two things. Give to the Lord's work. That is a blessed experience.